അമ്പലക്കുളം അമ്പലത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ രാത്രിയായി വരുമ്പോൾ എല്ലാവരും കുറച്ച് 2-3 പേര് മാത്രമേ തൊഴുതാനുള്ളൂ. അത് കഴിഞ്ഞ് അമ്പലം അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. എങ്കിൽ നമ്മൾ ശാന്തമായി വന്ന് കുറച്ച് നേരം തൊഴുതി കുറേ നേരമൊക്കെ മീനൂട്ടി അവിടെയൊക്കെ കളിച്ചിട്ടു. പക്ഷേ മീനൂട്ടി ഒരു അടി പോലും നടക്കില്ല. അതേ കണ്ടില്ലേ, ഒരാൾ വിട്ട് വേറൊരാൾ എടുക്കണം പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചുകൊണ്ടേ ഇരിക്കണ്ട. എന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാ അടുത്ത് നിൽക്കുന്ന അവനെ എടുക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയും. നമ്മൾ പറഞ്ഞാലും അനുസരിക്കുകയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം മീനൂട്ടിനോട് കളിച്ചു. അപ്പോൾ നമ്മുടെ തൊട്ടന്നെ അമ്പലത്തിൻ്റെ തൊട്ടന്നെയാണ് ഒരു കുളമുണ്ട് കേട്ടോ, അമ്പലക്കുളമുണ്ട്. അപ്പോൾ അമ്പലക്കുളത്തിൽ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം കുളിക്കാനായിട്ട് പണിയൊക്കെ മാറി വരുമ്പോൾ കുളിച്ച് കുറേ നേരം അമ്പലക്കുളത്തിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ. അവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളും വന്ന് കുറേ നേരമൊക്കെ തൊഴുതി വന്ന് ഇരുന്നു കേട്ടോ. അതാ നമ്മൾ സ്റ്റെപ്പിൽ വന്ന് ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ മീനൂട്ടിക്ക് ഭയങ്കര സന്തോഷമായി. നല്ലൊരു പ്രത്യേക തണുത്ത കാറ്റും കൂടിയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ വന്നിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. കുറേ വീട്ടുകാരൊക്കെ ഇങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവിടെ വന്ന് ഇരിക്കാറുണ്ട് കേട്ടോ. അവൻ്റെ വീടിൻ്റെ കുളത്തിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ വാഴാത്തമ്പലത്തിന് തൊഴുതി കഴിഞ്ഞാൽ കുളിക്കുക എല്ലാം അത്രയും നല്ല രസമുള്ള കാഴ്ചയുണ്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശിവാജി ഗണേശൻ്റെ ഭാര്യ വീട് ഇവിടെ കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ അവിടെ അമ്പലത്തിൻ്റെ കുറച്ച് സൈഡായിട്ടൊരു ശില വെച്ചിട്ടുണ്ട്. കൊച്ചു പിടി ഇത്രേ ഉള്ളൂ.